നമ്മൾ ഇന്ന് AI ടൂളിനകത്തെ അക്കാഡമിക് റൈറ്റിംഗിനകത്തെ സമ്മറൈസേഷൻ എങ്ങനെ നമുക്ക് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിനോട് നമ്മൾ നോർമലി നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ ChatGPT എടുത്തു. ChatGPT എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ AIയിലെ റിസർച്ച് ടോപ്പിക്സ് നമ്മൾ തപ്പി നോക്കി ഇല്ലേ? അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ പറയാണ് സജസ്റ്റ് 5 റിസർച്ച് ടോപ്പിക്സ് ഇൻ നിങ്ങളുടെ സബ്ജക്ട് ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്ജക്ട് എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് ഞാൻ കൊടുത്തു. അപ്പൊ സജസ്റ്റ് 5 റിസർച്ച് ടോപ്പിക്സ് ഇൻ എക്കണോമിക്സ് ഞാൻ കൊടുത്തു. അപ്പൊ ഗ്രീൻ എക്കണോമിക്സ് എന്നൊരു സംഭവം നമുക്ക് കിട്ടി. ഓക്കെ, ഞാൻ ഗ്രീൻ എക്കണോമിക്സ് എന്നുള്ളത് എടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ കോപ്പി ചെയ്തു. എവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു? എവിടെയാണ് നമ്മൾ സാധാരണ പേസ്റ്റ് ചെയ്യുന്നത്? എവിടെയാണ്? ഗൂഗിൾ സ്കോളർ. നമ്മുടെ ആർട്ടിക്കിൾസ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗൂഗിൾ സ്കോളറിലല്ലേ എടുക്കുന്നേ, ആണോ? ഗൂഗിൾ സ്കോളർ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? അവിടെ നമ്മൾ ഇതുകൊണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മള് ഗ്രീൻ എക്കണോമിക്സ് എന്ന് മാത്രം നമുക്ക് കൊടുത്താൽ മതി. ഗ്രീൻ എക്കണോമിക്സ് എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇവിടെ സൈഡില് PDF എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. PDF എന്നുള്ള ഓപ്ഷൻ വരുന്നതാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ആർട്ടിക്കിൾസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളത് ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഗ്രീൻ എക്കണോമിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇതെന്ന് പറയുന്ന ഒരു ബുക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് റിസർച്ച് ആർട്ടിക്കിൾസ് അവൈലബിൾ ആണോ എന്ന് നോക്കാം. ഈ ഒരു സാധനം ഇതൊരു റിസർച്ച് ആർട്ടിക്കിൾ ആണ്. ഞാൻ PDF ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഈ ഗൂഗിൾ സ്കോളർ നമുക്ക് ബുക്സും അവൈലബിൾ ആണ്, ഇതേപോലുള്ള ആർട്ടിക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തിട്ട് എന്താണ് ഗ്രീൻ എക്കണോമിക്സ് ആർട്ടിക്കിൾ റിസർച്ച് ആർട്ടിക്കിൾ എന്ന് ഞാൻ സേവ് ചെയ്തു. റിസർച്ച് ആർട്ടിക്കിൾ എന്ന് ഞാൻ സേവ് ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നൊരു പുതിയ AI ടൂൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സൈസ്പേസ് പോലെ അല്ലെങ്കിൽ ഗ്രാമർലി പോലെ സമ്മറൈസേഷൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. അതിന്റെ പേരാണ്, അപ്പൊ നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ഈ ഒരു കഴിഞ്ഞ ദിവസം ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞ റിസർച്ച് ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യണ്ട. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക? സ്കോളർസി എന്ന് ടൈപ്പ് ചെയ്യുക. സ്കോളർസി AI എന്ന് നിങ്ങൾ കൊടുത്തു. അപ്പൊ നമുക്ക് AI സമ്മറൈസർ, AI ഫോർ റിസർച്ച് അങ്ങനെ നമുക്ക് കിട്ടും. അതിലെ scholarcy.com ഈ ഒരു സാധനം നമുക്ക് എടുക്കാം. സ്കോളർസി എടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ഫ്രീ കൊടുത്തു. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തു. നമ്മുടെ മെയിൽ ID നമ്മൾ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആർട്ടിക്കിൾസ് അപ്ലോഡ് ചെയ്യുകയും അതേപോലെ തന്നെ അതിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്? സൗണ്ട്സ് ഗുഡ് കൊടുക്കുക. ഇവിടെ ആഡ് പേപ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പേപ്പർ, നമ്മളിപ്പോ ഡൗൺലോഡ് ചെയ്ത ആർട്ടിക്കിൾ നമുക്ക് ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനത് അപ്ലോഡ് ചെയ്തു. അപ്പൊ നമ്മൾ പൊതുവെ ആ ഒരു വലിയ റിസർച്ച് ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവത്തില്ല. പ്രത്യേകിച്ച് UG സ്റ്റുഡൻസിനും അല്ലെ PG സ്റ്റുഡൻസിനും ഒക്കെ പെട്ടെന്ന് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് കിട്ടാനായിട്ട് പാടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക്
ഇതിനെ സമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ ആ ഒരു ആർട്ടിക്കിള് അത് ആരൊക്കെയാണ് അതിന്റെ ഓതേഴ്സ്, അതേപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ആ ആർട്ടിക്കിൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്, അതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, മെത്തേഡ്സ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ മെയിൻ റിസൾട്ടുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന്റെ അകത്തുനിന്ന് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ, അത് നമുക്ക് വേർഡ് ആയിട്ട് പവർ പോയിന്റ് ആയിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇതിനെ വേർഡ് ആയിട്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ആ ഒരു ആർട്ടിക്കിളിനെ ഫുള്ള്, നമ്മുടെ ആർട്ടിക്കിൾ ഒരു എത്ര പേജ് കാണും, മിനിമം ഒരു 30 പേജ് 40 പേജ് ഉള്ള ഒരു ആർട്ടിക്കിളിന്റെ ഫുള്ള് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു സാധനത്തിന്റെ ഉള്ളില് അതിന്റെ കീ ഫൈൻഡിങ്സ് ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? നമുക്കൊരു വേർഡ് ഫോർമാറ്റില് ഈ ഒരു സാധനത്തിന്റെ ഫുള്ള് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടി, വിത്ത് റെഫറൻസ് നമുക്ക് ആഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്കോളർസി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു AI ടൂൾ. അക്കാഡമിക് റൈറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കീ ഫൈൻഡിങ്സ് നമുക്ക് നമ്മളുടെ റിസർച്ച് ആർട്ടിക്കിൾസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ.